അരിത്തമെറ്റിക് മീൻ സിംപ്ലി AM എന്ന് പറയാം. എന്താണ് അരിത്തമെറ്റിക് മീൻ? നമുക്കറിയാവുന്ന കൺസെപ്റ്റാണ്. സിംപ്ലി ആവറേജ് ആണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് AP-യിൽ അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഇഫ് ABC ആർ ഇൻ AP, ABC 3 നമ്പേഴ്സ് അല്ലെങ്കിൽ 3 ടേംസ് ആണ്, അത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ് എന്നുണ്ടെങ്കിൽ then B is said to be the arithmetic mean between A and C. അതായത് 3 ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ അതിലെ ആ 3 ടേംസ് AP-യിലാണെന്നുണ്ടെങ്കിൽ അതിലെ നടുവിലത്തെ ടേം ആയിരിക്കും, അതിൻ്റെ മിഡിൽ ടേം ആയിരിക്കും ആ 3 സംഖ്യകളുടെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ 3, 4 and 5 3 നമ്പേഴ്സ്, ഇതൊരു AP-യിലാണ്. ഫസ്റ്റ് ടേം 3 ആണ്, ലാസ്റ്റ് ടേം 5 ആണ്, റൈറ്റ്. സോ ഇതിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് 4 ആയിരിക്കും, മിഡിൽ ടേം ആണ്, റൈറ്റ്. ജസ്റ്റ് ഒന്ന് ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 3 + 4 + 5, 3 + 4 is 7, 7 + 5 12, 12 by എത്ര ടേം ഉണ്ട്? 3. സോ 12/3 is 4. സോ അതാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് പറയുന്നതാണ്, ഇഫ് A1, A1, A2 etc. AN B are in AP, then A1, A2 etc. AN are said to be the arithmetic mean between A and B. നമുക്ക് തന്നിട്ടുള്ള സീരീസ് ആദ്യത്തെ ടേം A ആണ്, എൻ്റെ എന്നത് ബിയിലാണ്. സോ എക്കും ബിക്കും ഇടയിലുള്ള എല്ലാ ടേംസും ആ പർട്ടിക്കുലർ സീരീസിൻ്റെ അരിത്തമെറ്റിക് മീനുകളാണ് എന്നാണ് പറയുന്നത്. Find arithmetic mean between 4 and 8. 2 സംഖ്യകൾ തന്നിട്ട് അതിൻ്റെ അരിത്തമെറ്റിക് മീൻ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? സിംപ്ലി ആവറേജ് ആണ്, അതിൻ്റെ ആവറേജ് എടുക്കുക. ദാറ്റ് ഈസ് 4 + 8 ബൈ എത്രയാണോ? 2 സംഖ്യകളാണ്, സോ 2. 4 + 8 by 2 which is 6, right. Again find arithmetic mean between 6 and 12. So again take average, 6 + 12 by 2, 18 by 2 which is 9, right. Insert 4 arithmetic means between 5 and 20. 5-നും 20-നും ഇടയിൽ 4 അരിത്തമെറ്റിക് മീൻസ് ഇൻസേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. When 4 arithmetic means are inserted between 5 and 20, അതായത് 5-നും 20-നും ഇടയിൽ 4 അരിത്തമെറ്റിക് മീൻസ് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ there are 6 terms, right. സോ ഇതൊരു AP ആണ്. 5-നും 20-നും ഇടയിൽ 4 ടേംസ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ മൊത്തം 6 ടേംസ് ആയില്ലേ. സോ ദേ ഫോം ആൻ AP, റൈറ്റ്. സോ ആദ്യത്തെ ടേം 5 ആയിരിക്കും, എൻ്റെ എന്നത് 20-ലായിരിക്കും. അതിൻ്റെ ഇടയിൽ 4 ടേംസ് ഇൻസേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് ടേം ഓഫ് ഇറ്റ് ഈസ് 5 ആൻഡ് ലാസ്റ്റ് ടേം ഇസ് 20, റൈറ്റ്. സോ ഇത് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് ആണ് അറിയേണ്ടത്. എന്നാൽ മാത്രമാണ് നമുക്ക് 5-ൻ്റെ തൊട്ടടുത്തുള്ള ടേം ഏതാണ്, ഇനി അതിന് തൊട്ടടുത്തുള്ള ടേം ഏതാണ്, അങ്ങനെ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, സോ നമുക്കിവിടെ ഫസ്റ്റ് ടേം 5 ആണ്. സോ A is 5, ദെൻ മൊത്തം 6 ടേംസ് ആണല്ലോ. സോ N നമ്മൾ 6 എന്ന് കൊടുക്കുന്നു,
ദെൻ tn 20, അതായത് nth ടേം ലാസ്റ്റ് ടേം ആണ് നമ്മൾ 20 എന്ന് കൊടുക്കുന്നത്, അതായത് t6 ആണ്. n-ന് 6 കൊടുക്കുമ്പോൾ t6 20, റൈറ്റ്. നമുക്ക് കോമൺ ഡിഫറൻസ് ആണ് കിട്ടാനുള്ളത്. സോ t6 ഈക്വൽ ടു നമുക്കറിയാം a പ്ലസ് n മൈനസ് 1d ആണ്. n-ന് 6 കൊടുക്കുന്നു, a പ്ലസ് 6 മൈനസ് 1 ഇൻറ്റു d. സോ t6 ഇസ് 20 ഈക്വൽ ടു 5 പ്ലസ് 5d. So 20 minus 5 equal to 5d, that is 5d equal to 15, right? So d equal to 15 by 5, which is 3. So നമുക്ക് കോമൺ ഡിഫറൻസ് 3 ആണെന്ന് കിട്ടി. ഇനി എളുപ്പമാണ്. നമ്മൾ ആദ്യത്തെ ടേം അറിയാം 5 ആണ്. ഇനി 4 കൺസിക്യൂട്ടീവ് ടേംസ് ആണ്, തുടർച്ചയായ 4 ടേംസ് ആണ് നമുക്ക് വേണ്ടത്. സോ 3 ഡിഫറൻസ് വെച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. 5, 8, 11, 14, 17, ദെൻ എൻഡ് എന്നത് 20-ലാണ്. സോ ഇതാണ് AP എന്ന് പറയുന്നത്. ഫൈൻഡ് 3 numbers in an AP whose sum is 9 and the product is minus 165. സോ നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ പറയുന്നത് 3 നമ്പേഴ്സ് ഉണ്ട്, അത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. അവയുടെ സം എന്ന് പറയുന്നത് 9, അതായത് ആ സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ 9 കിട്ടും. ആൻഡ് ദ പ്രൊഡക്റ്റ് ഈസ് മൈനസ് 165. ആ സംഖ്യകളുടെ ഗുണനഫലം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 165 കിട്ടും. സോ നമുക്കിവിടെ ഏത് നമ്പേഴ്സ് ആണെന്നൊന്നും തന്നിട്ടില്ല. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ 3 നമ്പേഴ്സിനെയും a മൈനസ് ഡി, a പ്ലസ് ഡി എന്നിങ്ങനെ എടുക്കാം. ഓക്കെ. സോ അങ്ങനെ ചെയ്യുമ്പോൾ ആസ് പെർ ദി ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് തന്നിട്ടുള്ള സം 9 ആണ്. സോ a മൈനസ് ഡി പ്ലസ് a പ്ലസ് ഡി ഈക്വൽ ടു 9. അങ്ങനെ കൊടുക്കുമ്പം മൈനസ് ഡിയും പ്ലസ് ഡിയും ക്യാൻസൽ ആവുന്നു. പിന്നെ നമുക്കുള്ളത് 3a ആണ്. സോ 3a ഈക്വൽ ടു 9. സോ a ഈക്വൽ ടു 9/3 വിച്ച് ഇസ് 3. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് മൈനസ് 165 ആണ്. സോ a മൈനസ് ഡി ഇൻറ്റു a പ്ലസ് ഡി വിച്ച് ഇസ് മൈനസ് 165 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം a മൈനസ് ഡി ഉണ്ട്, അതുപോലെ a പ്ലസ് ഡി ഉണ്ട്. സോ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും, a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി വിച്ച് ഇസ് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, റൈറ്റ്. അതവിടെ നിൽക്കട്ടെ. ഇനി a നമുക്ക് 3 കിട്ടിയിട്ടുണ്ട്. ആ 3 നമ്മൾ തന്നിട്ടുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 മൈനസ് ഡി ഇൻറ്റു 3 പ്ലസ് ഡി ഈക്വൽ ടു മൈനസ് 165 എന്ന് കിട്ടി. ഇനി 3 മൈനസ് ഡി ഉണ്ട്, 3 പ്ലസ് ഡി ഉണ്ട്. സോ അത് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നിങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോ ഇവിടെ a എന്ന് പറയുന്നത് 3 ആണ്, ദാറ്റ് ഇസ് 3 സ്ക്വയർ 9. ദെൻ b എന്ന് പറയുന്നത് d ആണ്, d സ്ക്വയർ. സോ 9 മൈനസ് ഡി സ്ക്വയർ ഇൻറ്റു 3 ഈക്വൽ ടു മൈനസ് 165. 9 മൈനസ് ഡി സ്ക്വയർ ഈക്വൽ ടു മൈനസ് 165/3 മൈനസ് 55 എന്ന് കിട്ടും. മൈനസ് ഡി സ്ക്വയർ ഈക്വൽ ടു മൈനസ് 64. ഡി സ്ക്വയർ 64 ആണ്. സോ d എന്ന് പറയുന്നത് റൂട്ട് 64. സോ പ്ലസ് 8 അല്ലെങ്കിൽ മൈനസ് 8 എന്നുള്ളതായിരിക്കും ഡിയുടെ ആൻസർ എന്ന് പറയുന്നത്. സോ ഇനി പുട്ടിങ് a ഈക്വൽ ടു 3 ആൻഡ് d ഈക്വൽ ടു 8 ഇൻ ഇക്വേഷൻ 1. ആദ്യത്തെ വാല്യൂസ് വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. a എന്ന് പറയുന്നത് 3 ആണ്, അതുപോലെ d എന്ന് പറയുന്നത് 8 ആണ്. സോ a മൈനസ് ഡി, a പ്ലസ് ഡി എന്നുള്ളതാണ് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത്. സോ അങ്ങനെ നോക്കുമ്പം എക്ക് 3 കൊടുക്കുക, ഡിക്ക് 8 കൊടുക്കുക. 3 മൈനസ് 8, ദെൻ 3, ദെൻ 3 പ്ലസ് 8, റൈറ്റ്. സോ 3 മൈനസ് 8 എന്ന് പറയുന്നത് മൈനസ് 5 ആണ്. ദെൻ 3, ദെൻ 3 പ്ലസ് 8, 11. സോ
നമുക്ക് -5, 3, 11 എന്ന് പറയുന്ന 3 ടേംസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി A3യും അതുപോലെ D-8 എടുക്കുക. ഇത് എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് D√64 ആണ്. സോ 2 വാല്യൂസ് ആണ് തന്നിട്ടുള്ളത് അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ളത്, -8ഉം +8ഉം. സോ അങ്ങനെ കൊടുക്കുമ്പോൾ അഗൈൻ A - D, A + D, 3 - -8, then 3, then 3 + -8. So 3 - -8 is 11, then 3, then 3 - 8 is -5. So ഇവിടെ required numbers are -5, 3, 11. രണ്ട് സീരീസും സെയിം ആണ്, റൈറ്റ്? സോ -5, 3, 11 എന്ന് പറയുന്നതാണ് നമ്മുടെ AP. Club consists of members whose age are in AP, common difference being 3 months. If the youngest member of the club is 7 years old and the sum of ages of all members is 250 years, find the number of members in the club. ഒരു ക്ലബിൽ കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്. അവരുടെ ഏജ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3 months ആണ്. അതുപോലെ ആ ക്ലബിലെ യങ്ങസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത് 7 വയസ്സുള്ള ഒരാളാണ്. ദെൻ ആ മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും ഏജസിൻ്റെ സം എന്ന് പറയുന്നത് 250 years ആണ്. സോ എങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് കാണാനുള്ളത് ഫൈൻഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ ക്ലബ്ബ്. ആ ക്ലബിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. സോ നമുക്കിവിടെ ആദ്യം നമുക്ക് ഇയേഴ്സിലോ അല്ലെങ്കിൽ മന്ത്സിലോ ഈ പ്രോബ്ലം ചെയ്യാം. സോ നമ്മൾ മന്ത്സിലാണ് ചെയ്യുന്നത്. സോ യങ്ങസ്റ്റ് മെമ്പറിൻ്റെ ഏജ് എന്ന് പറയുന്നത് 7 years ആകുമ്പം അത് മന്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 7 × 12 വിച്ച് ഇസ് 84 months, റൈറ്റ്? ദെൻ കോമൺ ഡിഫറൻസ് ഇവർ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് 3 months ആണ്. സോ D 3 months ആണ്. ഇനി ഇവരുടെ സമ്മാണ്. ഇവരെല്ലാവരെയും ഏജ് കൂട്ടിക്കഴിഞ്ഞാൽ 250 years കിട്ടും. സോ 250 നമ്മൾ മന്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 250 × 12 വിച്ച് ഇസ് 3000 months. സോ എത്ര പേരുടെ സമ്മാണ് 3000 എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ NS അല്ലെങ്കിൽ N ആണ് നമുക്ക് കാണാനുള്ളത്. സോ S = n/2 × 2a + n - 1d. ഇനി വാല്യൂസ് കൊടുക്കുക. S 3000 ആണ്. n/2 × 2 × a, that is 84 + n - 1 × 3, that is n/2 × 168 + 3n - 3. ഇനി നമുക്ക് 2നെ 3000 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 6000 എന്ന് കിട്ടും. 6000 = n × 165 + 3n എന്ന് കിട്ടും. സോ 6000 = 165n + 3n × n, 3n². സോ 3n² + 165n, 6000നെ റൈറ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ -6000 = 0. ഇനി ഇതിനെ നമ്മൾ n² + 55n - 2000 = 0 എന്ന് എഴുതാം. അതായത് ടോട്ടൽ ഇക്വേഷനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം. സോ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നിൻ്റെ വാല്യൂ 25 - 80 എന്ന 2 വാല്യൂസ് ആണ് കിട്ടുക ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം. സോ നമുക്കറിയാം മെമ്പേഴ്സാണ്. സോ മെമ്പേഴ്സിൻ്റെ വാല്യൂ ഒരിക്കലും മൈനസ് ആവില്ല. സോ ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 25 ആയിരിക്കും. ഓക്കെ, ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം ആണ് നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അത് ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് ആൻസർ 25 ആണ് കിട്ടുക. A man saved ₹16,500 in 10 years. In each year after first, he saved ₹100 more than he did in the preceding year. How much did he save in the first year? പറഞ്ഞിരിക്കുന്നത് 10 വർഷം കൊണ്ട് ഒരാൾ 16,500 രൂപ സേവ് ചെയ്തിട്ടുണ്ട്. ഓരോ വർഷവും തൊട്ടു മുമ്പത്തെ വർഷത്തെക്കാളും 100 രൂപ അദ്ദേഹം കൂടുതൽ സേവ് ചെയ്തിരുന്നു. സോ ആദ്യത്തെ വർഷം എത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ സേവിങ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്ന് തന്നെ നമുക്കറിയാം. 10 വർഷം കൊണ്ട് 16,500 സേവ് ചെയ്തു എന്ന് പറഞ്ഞാൽ സമ്മാണ് തന്നിരിക്കുന്നത് 16,500. അയാൾ കൂട്ടി വെച്ചതിൻ്റെ തുകയാണ്. 10 വർഷമാണ് പീരീഡ്. സോ n 10 ആണ്. പിന്നെ കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട് D 100 ആണ്.
അതായത് തൊട്ട് മുമ്പത്തെ വർഷത്തേക്കാളും 100 രൂപ സേവിങ്സ് എല്ലാ വർഷവും ഉണ്ടായിരുന്നു എന്നുള്ള. സോ ഡി 100. സോ ഫസ്റ്റ് ഇയറിൽ എത്രയായിരുന്നു സേവിങ്സ്? ഫസ്റ്റ് ടേം ആണ് കാണേണ്ടത്, എ. നമുക്കറിയാം എസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി. ഇനി വാല്യൂസ് കൊടുക്കുക. എസ് 16,500 ഈക്വൽ ടു n 10 ആണ്, 10/2 ഇൻറ്റു 2a പ്ലസ് again 10-1 into 100, right? So 10/2 into then 2a plus 10 minus 1 is 9 into 100, that is 900, right? So 16,500 equal to 5 into, that is 10/2 is 5, 2a plus 900, again 16,500 equal to 5 ബ്രാക്കറ്റിൻ്റെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 into 2 is 10a plus 5 into 900, 4,500. So 10a equal to 16,500 minus 4,500, so which is 12,000. So 10a 12,000 ആണെങ്കിൽ a എന്ന് പറയുന്നത് 12,000 by 10 which is 1,200. സോ അയാളുടെ ആദ്യത്തെ വർഷത്തെ സേവിങ് എന്ന് പറയുന്നത് 1,200 രൂപയായിരുന്നു.